വന്യജീവി നിയമ ഭേദഗതി മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നതിൽ നേരിടുന്ന കാലതാമസം ഒഴിവാക്കാൻ ഭേദഗതി സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കേന്ദ്ര നിയമത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾ ഉപയോഗിക്കാത്തതാണ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് PV അൻവർ പ്രതികരിച്ചു. വന്യജീവി പ്രശ്നത്തിൽ മന്ത്രിസഭയുടേത് സുപ്രധാന തീരുമാനമാണ്. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിനോട് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. കേന്ദ്രം ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒരു ഫലവുമില്ലാത്തതുകൊണ്ടാണ് നിലവിലെ നിബന്ധനകളിൽ ഇളവ് വരുത്താൻ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയുണ്ടായിരുന്നു. ഇതും പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോഴാണ് പരിമിതികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ച് നിർദ്ദേശമുയർന്നു വന്നത്. എന്നാൽ നിലവിലെ വന്യജീവി നിയമത്തിലുള്ള വ്യവസ്ഥകൾക്കപ്പുറത്ത് ഒന്നും ചെയ്യാൻ പുതിയ ബില്ലിന് സാധിക്കില്ലെന്നും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. എന്തൊരു കള്ളത്തരമാണ്. 1972 ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാവുന്നത്. വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫാണ്. അത് വീണ്ടും ഒരു ബില്ലാക്കി ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? കേന്ദ്ര നിയമത്തിന് എതിരായ ബില്ലല്ലെങ്കിലും നിയമ ഭേദഗതിക്ക് കേന്ദ്രാനുമതി ലഭിക്കുന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.